ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സോഫ കവറിൻ്റെ പാർട്ട് 2 ആണ് കാണിക്കാൻ പോണത്. ഇതിൽ കട്ട് ചെയ്യുന്ന സ്റ്റിച്ചിങ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഷുഗർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ആ സോഫ കവറിന് നാക്കായിട്ടുള്ള ആ ഡിസൈനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനതൊരു ഷുഗർ പേപ്പറിൽ അത് വരച്ച് ഒരെണ്ണം വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് 5 പീസ് ഇതുപോലത്തെ വേണം. അതുകൊണ്ട് 5 വെട്ടിയെടുക്കാൻ പോവുകയാണ്. നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് ആ ഷുഗർ പേപ്പറിൽ വെച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 ഇഞ്ച് വെച്ചിട്ടും കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ തുന്നുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഷുഗർ പേപ്പർ കുറച്ച് കട്ടിയിലെടുത്തിരിക്കുന്നത്. ഇത് 2.5 ഇഞ്ചോളം ഉണ്ട്. അത് ഞാൻ പിൻ ചെയ്തിട്ട് വേറെ അതുപോലെ വെട്ടിയെടുക്കുകയാണ്. ഇത് ഷുഗർ പേപ്പർ മടക്കിയിട്ട് അതിൽ ഞാൻ ആ ഡിസൈൻ വരച്ചതിന് ശേഷം അത് വെട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ഷുഗർ പേപ്പർ വെച്ച് ബാക്കിയുള്ള 5 കൂടെ വെട്ടിയെടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ മല്ലിൻ്റെ തുണി നല്ലോണം കഴുകിയിട്ടായിരുന്നു പെയിൻറ്റ് ചെയ്തത്. കഴുകി അത് നന്നായി പകുതി ഉണങ്ങിയതിന് ശേഷം ഞാൻ അയൺ ചെയ്തു. അപ്പം ആ ഒരു ചുളിവ് പോവാൻ പാടാണല്ലോ. അതുകൊണ്ട് ആ നനവോട് കൂടിയിട്ട് പകുതി ഉണങ്ങിയതിന് ശേഷം പകുതി നനവോട് കൂടിയിട്ടാണ് അയൺ ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നന്നായി പെയിൻറ്റ് ഉണങ്ങിയിട്ട് നമ്മൾ മറച്ചിട്ടിട്ട് അയൺ ചെയ്യണം. ഇവിടെ ഞാൻ തുണി 27 ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് തന്നെ പാകമാണ്. വീതി ഞാൻ 11 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാനൊരു ജസ്റ്റ് ഒന്ന് ഒരു യു പോലെ വരച്ചിട്ട് വെട്ടിയെടുക്കുക ചെയ്തേ. ഇത് ഞാൻ 4 മടക്കുകയാണ് ചെയ്തിരിക്കുന്ന തുണി. ഇതിൻ്റെ അകത്ത് 2 പീസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ പീസായിട്ട് മാറ്റിയെടുക്കാം. അപ്പം ഞാനത് 2 പീസാക്കി മാറ്റിയെടുക്കാൻ പോവാണ്. ഇനി നമുക്കിതിൽ ഷുഗർ പേപ്പർ നേരത്തെ വെട്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ നടുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ തുണിയുടെ ചീത്ത ഭാഗത്താണ് ഷുഗർ പേപ്പർ ഒട്ടിക്കുന്നത്. വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ. അപ്പം അത് ഒട്ടിപ്പിടിക്കും. അതിന് ശേഷം നമുക്ക് തുന്നുമ്പോൾ വളരെ എളുപ്പമാണ്. 3 മീറ്റർ മല്ലിൻ്റെ തുണിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വാഷ് ചെയ്തതിന് ശേഷമാണ് എടുത്തത്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒക്കെ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ചുരുങ്ങുന്ന തുണിയാണെങ്കിൽ ചുരുങ്ങും. അതുപോലെ പെയിൻ്റ് എല്ലാം ഇളകിപ്പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഷുഗർ പേപ്പർ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ഷുഗർ പേപ്പറിന് അറ്റത്ത് കൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്നും കൂടെ വെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. തുന്നാനുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഇത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈപ്പിങ്ങിനായിട്ടുള്ള തുണി മുറിച്ചെടുക്കാം. അതിനായിട്ട് തുണിക്ക് ക്രോസായിട്ട് മുറിച്ചെടുക്കണം നമ്മൾ. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിന് ശേഷം 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട്
നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഇങ്ങനെ 1 ഇഞ്ച് വീതിയുള്ള എത്ര തുണിയാണോ നമുക്ക് വേണ്ടത് അത്ര മുറിച്ചെടുക്കുക. അതിന് ശേഷം ഈ തുണികളെല്ലാം യോജിപ്പിച്ചിട്ട് നമുക്ക് തുന്നിയെടുക്കാം. പൈപ്പിങ്ങിൻ്റെ തുണി നമ്മൾ ക്രോസായിട്ട് തന്നെ മുറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അത് ഇത് വളച്ചെടുക്കുമ്പോഴൊക്കെ തുന്നുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അതിനാണ് ക്രോസായിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഇനി നമുക്കിത് തുന്നിയെടുക്കാം. അതിനായിട്ട് പൈപ്പിംഗ് വെക്കാനുള്ള തുണിയുടെ നല്ല വശവും അതുപോലെ തന്നെ നമ്മൾ സോഫ കവറിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അടിക്കാം. ഈ ഷുഗർ പേപ്പറിൻ്റെ അറ്റത്ത് കൂടെ വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. എന്നാൽ ഷുഗർ പേപ്പറിൻ്റെ ഉള്ളിലും ആകരുത്. മെല്ലെ മെല്ലെ നമുക്ക് ഈ സമയത്ത് അടിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ നാക്കുള്ള ഭാഗത്തെല്ലാം നല്ലോണം വെട്ടിക്കൊടുക്കാം. ആ നൂലിനെ അടുപ്പിച്ച് ഒന്ന് വെട്ടിക്കൊടുക്കാം. നൂലിൻ്റെ പുറത്തേക്ക് ആവരുത് കേട്ടോ, അപ്പോൾ നമ്മൾ ആ തുണി കീറിപ്പോവും. ഇതെന്തിനാണ് വെട്ടിക്കൊടുക്കുന്നതെന്ന് വിചാരിച്ച് നമുക്ക് ഇത് മറിച്ചിട്ട് പൈപ്പിംഗ് ചെയ്യുമ്പോൾ അത് ചുരുണ്ട് നിൽക്കാതിരിക്കാനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ തുന്നി വെച്ച അത് പകുതിയാക്കി മടക്കി ലോട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി അറ്റത്ത് കൂടെ നമുക്ക് തുന്നിയെടുക്കാം. ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. ഡിസൈൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ അടിച്ചു കൊടുക്കാം. ധൃതി പിടിച്ചാൽ ചിലപ്പം അത് ചുരുണ്ട് പോയിപ്പോൾ.
ഇതാണ് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കവർ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.